അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി അല്ലെങ്കിൽ ബൈക്ക് ഒരു ആദ്യത്തെ 2000 കിലോമീറ്റർ 1000 മുതൽ 2000 കിലോമീറ്റർ എങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്നു അതുപോലെ ഇരിക്കും വണ്ടിയുടെ എൻജിൻ്റെ ലൈഫ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ മീറ്റർ കൺസോളിൽ നമ്മൾ നോക്കാം, അതിലുണ്ടാവും RPM മീറ്റർ. ഈ RPM മീറ്റർ ഇപ്പോൾ പല വണ്ടിക്കും പലതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു 10,000 RPM ആണ്, അത് 3 ആക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഒരു ഇപ്പം 10,000 ആണെങ്കിൽ ഒരു 3000-3500 RPM ഈ ആദ്യത്തെ 1000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് നടക്കുക. അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ റോഡ് എന്ന് പറയുമ്പോൾ വളവും തിരിവും കുണ്ടും കുഴിയെല്ലാം ഉള്ള റോഡാണ്. അപ്പോൾ അങ്ങനത്തെ റോഡിലൂടെ ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ പല RPM നമ്മൾ വണ്ടി ഇങ്ങനത്തെ റോഡുകളിൽ പോവുക. ഇപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹൈവേയിലാണ് ഇങ്ങനെ ഓടിക്കുന്നതെങ്കിൽ ഒരേ RPM വണ്ടി പോകുക. അപ്പോൾ അത് ഒരു ഇതായിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല RPM ഓടിക്കുമ്പോൾ എൻജിനെ നമ്മൾ പല RPM പല റേഞ്ചും നമ്മൾ കാണിച്ചു കൊടുക്കുക. ഈ ആദ്യത്തെ 1000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വണ്ടിയുടെ എൻജിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിൽ ഫ്രിക്ഷൻ കാരണം പല പുതിയ ഫ്രഷ് എൻജിൻ പാർട്ടുകളായതുകൊണ്ട് ഫ്രിക്ഷൻ കാരണം ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് എൻജിൻ ഗ്രാന്യൂൾസ് ഓയിലിൽ അടിഞ്ഞു കൂടും. അപ്പോൾ അതിനാണ് വണ്ടി നമ്മൾ ആദ്യത്തെ 1000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് നടത്തുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4500 എന്നുള്ളതൊക്കെ വണ്ടി നമ്മളിങ്ങനെ 4500-5000 ഒക്കെ ഇങ്ങനെ ഓടിച്ച് പോവുക. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് പതുക്കെ ഇങ്ങനെ RPM കൂട്ടി ഒരു 6 ഒരു 7 ആ ലെവലിലൊക്കെ എത്തിച്ച് വണ്ടി ഒന്ന് പല റേഞ്ചിലുള്ള RPM നമ്മളൊന്ന് വണ്ടിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് മെയിൻ നമ്മൾ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാരണവശാലും ഫസ്റ്റിലെ 2000 കിലോമീറ്റർ പ്രത്യേകിച്ച് 1000 കിലോമീറ്ററിൽ ഒരു കാരണവശാലും റെഡ് ലൈൻ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് വണ്ടിയെ വല്ലാതെ ബാധിക്കും. അതുപോലെ വണ്ടി നോക്കായി ഓഫാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, കുത്തി ഓഫാണ്. അങ്ങനെയൊന്നും ഒരു കാരണവശാലും വണ്ടിക്ക് ഫസ്റ്റിലെ 1000 മുതൽ 2000 കിലോമീറ്ററിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് വണ്ടിയുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കും. ഈ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ രാത്രിയൊക്കെ വണ്ടി നമ്മൾ നിർത്തിയിട്ട് രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. കാരണം അതും എഞ്ചിനെ വല്ലാണ്ട് ബാധിക്കും. കാരണം എഞ്ചിൻ്റെ ഓയിലെല്ലാം താഴെ ബേസിൽ വന്നിട്ട് എഞ്ചിൻ്റെ ആ ഓയിൽ ബേസിൽ വന്നിട്ടായിരിക്കും ഓയിലെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സമയം കൊടുക്കണം, അതൊന്ന് ഹീറ്റായി എല്ലായിടത്തും എത്താൻ വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ അത് മെയിൻ ശ്രദ്ധിക്കണം. പിന്നെ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് വണ്ടിയാണെന്ന് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനൊന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക. ഒരു 10 മുതൽ 15 സെക്കൻഡ് ഇതിനെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു സമയം കൊടുക്കുക. പിന്നെ കിക്കറുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഉറപ്പായും കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കാനും ശ്രമിക്കുക. പിന്നെ ചില കൂട്ടുകാർ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ്, രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കിയ ഉടനെ തന്നെ ആക്സിലേറ്റർ അങ്ങ് നന്നായിട്ട് അങ്ങ് റവ് ചെയ്ത് പിടിക്കും. അതും ഇതേപോലെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാരണം. നിങ്ങൾ സ്റ്റാർട്ടാക്കിയത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ നിങ്ങൾ വണ്ടി ഒന്ന് ഐഡിലിട്ട് വെക്കുക. അന്നേരം എന്ത് ചെയ്യും, വണ്ടിയുടെ എൻജിൻ ഓയിലെല്ലാം ഒന്ന് ഹീറ്റായി എല്ലായിടത്തും എത്തി. അന്നേരം എൻജിൻ്റെ ആ ഒരു കൂളിംഗ് ആ ഒരു ഓയിൽ സിസ്റ്റം ഒന്നും എന്തായിരിക്കും, ലൂബ്രിക്കൻ്റ് കട്ടി പിടിച്ചിരിക്കുന്നൊന്ന് ഇച്ചിരി ലൂസായിട്ട് എല്ലായിടത്തും എത്തി നല്ല സ്മൂത്താകുന്നത് വരെ, അതിനാണ് ഈ ഒരു സമയം നമ്മൾ കൊടുക്കാൻ പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചെയിൻ ക്ലീനാക്കി ലൂബ് ചെയ്ത് സൂക്ഷിച്ച് നടക്കുക. കാരണം ചെയിൻ ലൂബിങ് നഷ്ടപ്പെട്ടാൽ ചെയിൻ വലിഞ്ഞ് അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിനെല്ലാം ഡാമേജ് വന്നതും അതിൻ്റെ ഒരു ചെയിനിൻ്റെ ഒരു ലൈഫിനും ബാധിക്കും. അതുപോലെ എൻജിൻ്റെ ഒരു ലൈഫിനും ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യസമയത്ത് ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മുതൽ 750 കിലോമീറ്ററുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയിൻ ലൂബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാലാമത്തെ പോയിൻ്റ്, ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എപ്പോഴും സാധാ എയറാണെങ്കിലും നൈട്രജൻ ആണെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 ആഴ്ച കൂടുമ്പോഴോ ഇത് റീഫിൽ ചെയ്യാൻ ശ്രമിക്കുക. റീഫിൽ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടയറിൻ്റെ പ്രഷർ കുറഞ്ഞു പോയതാണെങ്കിൽ റോഡും ടയറും നമ്മൾ കോൺടാക്റ്റ് വിടുമ്പോൾ ടയറിന് തേയ്മാനം വരും. അതുപോലെ എൻജിൻ സ്ട്രെസ്സ് കൂടും. അതുപോലെ മൈലേജിനെ ഇത് ബാധിക്കും. ഇപ്പോൾ ടയറിൽ പ്രഷർ കൂടിയാലും പ്രശ്നമാണ്. കാരണം ടയറിൻ്റെ ഒരു കോൺടാക്റ്റ് കുറയുമ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിന് ഇത് വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 5ാമത്തെ പോയിൻ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കഴുകാതെ വൃത്തിയാക്കാതെ കൊണ്ടു നടന്നാൽ നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ മണ്ണെല്ലാം അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ എന്ത് തുരുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യുക, സർവീസ് സെൻ്ററിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ച് കഴുകുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.